നമസ്കാരം. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഷോണിമ. വിശദമായ വാർത്തകളിലേക്ക്. ഇസാ ബിൻ സൽമാൻ ഹൈവേയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ പടിഞ്ഞാറൻ ഭാഗത്തേക്കുള്ള ഒരു പാതയിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തുമെന്ന് ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഗതാഗതത്തിന് മറ്റു 2 പാതകൾ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നിരോധനം ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച രാത്രി 11 മണി മുതൽ ഓഗസ്റ്റ് 18 ഞായർ വൈകുന്നേരം 5 മണി വരെ നിലനിൽക്കും. അവന്യൂ 35-നും റോഡ് 4745-നും ഇടയിലുള്ള ജനാബിയ ഹൈവേയിലും പുനർനിർമ്മാണ ജോലികൾ നടക്കുന്നു. അതിനാൽ ബുദയയിലേക്കുള്ള ഒരു പാതയിലും ഈ ദിവസങ്ങളിൽ നിരോധനം ഉണ്ടാകും. സുരക്ഷയ്ക്കായി ജനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 15 വരെ ബഹ്റൈനിൽ ഹമൂർ മത്സ്യം പിടിക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയതായി സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു. പ്രജനന കാലയളവിൽ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ നിർത്തി സമുദ്ര സമ്പത്തും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനുമാണ് ഈ വാർഷിക നിരോധനം നടപ്പാക്കുന്നത്. മറൈൻ വെൽത്ത് ടീമുകൾ നിരീക്ഷിക്കുമെന്നും ലംഘനങ്ങൾ തടയാൻ ബന്ധപ്പെട്ട അധികാരികളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചുവെന്നും നിയമം പൂർണ്ണമായും പാലിക്കാൻ ഏവരും സഹകരിക്കണമെന്നും സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റ് വ്യക്തമാക്കി. മത്സ്യബന്ധനം, ചൂഷണം എന്നിവയുടെ നിയന്ത്രണം സംബന്ധിച്ച 2002 നിയമപ്രകാരമാണ് 2 മാസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അൽഹിലാൽ ഹെൽത്ത് കെയർ പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ചെക്കപ്പുകൾ നൽകി. ബഹ്റൈനിൽ ആതുര സേവന രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി വരുന്ന അൽഹിലാൽ ഹെൽത്ത് കെയർ പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് പാകിസ്ഥാൻ എംബസിയുമായി സഹകരിച്ച് ബഹ്റൈനിലെ പാകിസ്ഥാൻ സമൂഹത്തിന് സൗജന്യ മെഡിക്കൽ ചെക്കപ്പുകൾ നൽകിയത്. അൽഹിലാലിന്റെ ബഹ്റൈനിലെ 9ാമത്തെ ശാഖയായ മനാമ സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പരിപാടി നടത്തിയത്. അൽഹിലാൽ മനാമ സെന്ററിൽ ഓഗസ്റ്റ് 13 നടന്ന പരിപാടിയിൽ ബഹ്റൈനിലെ പാകിസ്ഥാൻ അംബാസിഡർ ഹിസ് എക്സലൻസി സാഖിബ് റൌഗി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ BP പരിശോധന, യൂറിക് ആസിഡ് പരിശോധന, പ്രമേഹ പരിശോധനകൾ, വൃക്ക തത്സമയ സ്ക്രീനിംഗ്, മറ്റ് ബോഡി ചെക്കപ്പുകൾ, ഡോക്ടർ കൺസൾട്ടേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കിയിരുന്നു. പാകിസ്ഥാൻ സ്ഥാനപതിയെ കൂടാതെ ഫസ്റ്റ് സെക്രട്ടറി താഹിറ സലീം, നവീദ് ഷഹസാദ്, പാകിസ്ഥാൻ ക്ലബ് ചെയർമാൻ മുഹമ്മദ് അഫ്സൽ ഭാട്ടി, പാകിസ്ഥാൻ സ്കൂൾ ചെയർമാൻ സാമിർ ഉർ റഹ്മാൻ, ഷഹസൈബ് ക്ലബ് അവർ സ്ഥാപകയും ആപ്സ് അംഗവുമായ ഡോക്ടർ ഷാസിയ ആലം, മനാമ സെൻട്രൽ ബ്രാഞ്ചിലെ പാകിസ്ഥാൻ ഡോക്ടർമാർ, അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ടീം എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കേക്ക് മുറിച്ചുകൊണ്ടാണ് പങ്കെടുത്തവർ പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അൽഹിലാൽ ഹെൽത്ത് കെയർ നടത്തിയ ഈ സംരംഭം പ്രശംസനീയമാണ് എന്ന് പാകിസ്ഥാൻ സ്ഥാനപതി പറഞ്ഞു. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാണാമിനി ഇന്ത്യയിൽ നിന്നുമുള്ള വാർത്തകൾ. വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ ചെങ്കോട്ടയിൽ പുരോഗമിക്കുകയാണ്. 78ാം സ്വാതന്ത്ര്യദിനത്തിനാണ് രാജ്യം കാത്തിരിക്കുന്നത്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നതോടെയാകും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക. ഇതിനു പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 11ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് മോദി. ചെങ്കോട്ടയിൽ നടക്കുന്ന മഹത്തായ ആഘോഷത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥികളെയും ക്ഷണിക്കും. കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ, ദരിദ്രർ എന്നിവർ അതിഥികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 നടക്കുന്ന ആഘോഷത്തിനായി ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഏകദേശം 4000 അതിഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഈ അതിഥികളെ 11 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളെയും സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് വിവരം. 18,000-ലധികം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. ഇനിയൊരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.
വീണ്ടും സ്വാഗതം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്തും ജമ്മു കശ്മീർ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും സുരക്ഷ ശക്തമാക്കി. കശ്മീർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില ഭീകരർ ദില്ലിയിലോ പഞ്ചാബിലോ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് മേഖലയിൽ നൽകിയിരിക്കുന്നത്. അതേസമയം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ മുന്നോടിയായി ദില്ലി പോലീസ് രാജ്യതലസ്ഥാനത്ത് വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. ദില്ലിയിലുടനീളം 3000-ഓളം ട്രാഫിക് ഓഫീസർമാരെയും 10,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. 700 AI ക്യാമറകളാണ് വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ്, മോളുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും കൂടുതൽ പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയിൽ കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് ഡ്രോണുകളോ പട്ടങ്ങളോ പറത്തുന്നതിന് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ 16-ാം തീയതി വരെ പാരാഗ്ലൈഡറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനും നിരോധനമുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ 10 പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതിയുടെ മെഡൽ. ADGP വെങ്കിടേഷിന് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു. ക്രൈംബ്രാഞ്ച് മേധാവിയാണ് അദ്ദേഹം. രാജ്യത്താകെ വിവിധ വിഭാഗങ്ങളിലായി 1037 പേർക്കാണ് മെഡൽ സമ്മാനിക്കുക. അർഹരായവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മെഡൽ സമ്മാനിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബാംഗങ്ങളില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകും. ഇതിനായി പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും ധനസഹായം ഉണ്ടാകും. 70% അംഗവൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപയും അതിൽ കുറവുള്ളവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതബാധിത കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വാടക ഇനത്തിൽ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വീടുകളിലേക്ക് മാറുന്നവർക്കും വാടക തുക ലഭിക്കും. സ്പോൺസർഷിപ്പ് കെട്ടിടങ്ങളിലോ സർക്കാർ സംവിധാനങ്ങളിലേക്കോ മാറുന്നവർക്ക് വാടക തുക ലഭിക്കില്ല. രേഖകൾ നഷ്ടമായവർക്ക് പുതുക്കിയ രേഖ വാങ്ങാമെന്നും ഇതിന് ഫീസ് ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് നടപടി പൂർത്തിയാക്കി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 118 പേരെ DNA പരിശോധനയിൽ ഇനിയും കണ്ടെത്താനുണ്ട്. വിദഗ്ധ സംഘത്തിന്റെ സമഗ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുരന്തം ബാധിച്ച മേഖലയിലെ പുനരധിവാസം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂവിനിയോഗ രീതികൾ ഈ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. വിശദമായ ലിഡാർ സർവേ നടത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാരീസ് ഒളിമ്പിക്സോടെ വിരമിച്ച ഇന്ത്യൻ ഹോക്കി ഇതിഹാസവും മലയാളി താരവുമായ PR ശ്രീജേഷിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ഹോക്കി ഇന്ത്യ. താരം കരിയറിലുടനീളം ധരിച്ചിരുന്ന 16-ാം നമ്പർ ജേഴ്സി പിൻവലിച്ചിരിക്കുകയാണ്. സീനിയർ ടീമിൽ ഇനി ആർക്കും 16-ാം നമ്പർ ജേഴ്സി നൽകില്ല. ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടി ശ്രീജേഷ് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് തീരുമാനം. താരത്തിന്റെ വിടവാങ്ങൽ ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. ശ്രീജേഷിന് 25 ലക്ഷം രൂപയും ഉപഹാരവും ഹോക്കി ഇന്ത്യ നൽകി. ഹോക്കി താരത്തിന് വിടവാങ്ങൽ ചടങ്ങിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമെന്ന് മുൻ പരിശീലകൻ ഹരേന്ദ്ര സിംഗ് പറഞ്ഞു. ശ്രീജേഷിനെ ഇന്ത്യയുടെ ജൂനിയർ ഹോക്കി ടീം പരിശീലകനായും നിയമിച്ചു. തുടർച്ചയായ 2 ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയാണ് PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പടിയിറങ്ങുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടുമ്പോഴും പാരീസ് മെഡൽ നിലനിർത്തുമ്പോഴും ഇന്ത്യൻ ടീമിനു വേണ്ടി നിർണായക പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീജേഷിന് സാധിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.